നേരിട്ട് വന്നോ? പിന്നെ ഞാൻ വണ്ടിയിട്ട് ഒറ്റ വണ്ടി നേരിട്ട് വന്നു. വണ്ടിന്റെ നേരിട്ട് വന്നു. ഒരു അപ്പുറത്ത് വീടുണ്ട്, വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണത്. ആ വീട് പൊളിക്കാ. നേരിട്ട് ഇങ്ങോട്ട് വന്നു. കോൺട്രാക്ട് കൊടുത്താ പോരാ വിളിക്കാൻ. ആ സെറ്റ് സെറ്റ്. അതാ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഒരു കണ്ണ് അതാ അവിടെ കാട്ടിയ മാന കൊമ്പുള്ള ടൈപ്പാണ്. മ്ലാവും കാട്ടുപോത്തും പെട്ടെന്ന് കിട്ടും. മ്ലാവും കാട്ടുപോത്തും ആനയൊക്കെ നമ്മള് സ്ഥിരം കാണണം. ഇവിടെ നമുക്ക് പുലിനെ കാണും. ഇതൊക്കെ ലക്കാണ്. ആണോ? പുലിയൊക്കെ ഉണ്ട്. ഞാന് ഒരു കഴിഞ്ഞ ആഴ്ചയില് സഫാരി പോകുമ്പോ ഒരു 7:30 ഉണ്ടാവും. ഇതിൽ കൂടെ ഒരു മാനിനെ മുടിയിട്ട് വണ്ടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പിടിച്ചു. ആണോ? ഒരു മാനിനെ. ഞാൻ ആദ്യമായിട്ട് ഇത്ര വർഷം ഓടിട്ട് ആദ്യമായിട്ട് കാണുന്നതാണ്. കാട്ടുപോത്തിന് ഒരു കുറവുണ്ടാവില്ല ഇവിടെ. കാട്ടുപോത്ത് ഇഷ്ടമായിരിക്കും. അത് നല്ല അത് കണ്ടില്ലേ, സൈസ് കണ്ട അതിന്റെ. പിന്നെ വണ്ടി ഉള്ളത് കൊണ്ട് അത് വിഷയമില്ല. ഇതൊക്കെ ഒറ്റ തട്ട് ഇങ്ങനെ ഒരു ചെരുപ്പിയാ മതി. ാണ് ഇത്. പണ്ട് വെച്ച് കഴിഞ്ഞാ 2000 പണിക്കാരിരുന്ന സ്ഥലമാണത്. 2000 പേരെ. 2000 പണിക്കാർ. സ്കൂൾ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 1ാം ക്ലാസ് 2ാം ക്ലാസ് ഇവിടെ. ആ സെയിം ഓണേഴ്സ് തന്നെ അപ്പോഴും? അല്ല, അപ്പൊ വേറെയാണ്. എന്റെ അച്ഛനൊക്കെ 58 വന്നാണ് ഈ വഴിക്ക് കാണാൻ. ഇത് കരടി ബംഗ്ലാവ്. കരടി ബംഗ്ലാവ് എന്ന് പറയാൻ കാരണം എന്താ? അതില് കരടി പ്രസവിച്ചു കിടന്നു. കരടി പ്രസവിച്ചു കിടന്നോ? ഇപ്പോഴല്ലേ ഒരു 40 വർഷം മുമ്പ്. ആ അങ്ങനെ കരടി ബംഗ്ലാവ് പേര് വന്നു അല്ലേ? ആ കരടിയൊക്കെ എപ്പോഴും ഉണ്ട് അവിടെ. കരടിയൊക്കെ കാണും ഇടയ്ക്ക്. റേറാണ്. പുലിനെ പോലെയാണ്. എന്തെങ്കിലും ഒരു ദിവസം ഭാഗ്യമാണ്, ലക്കാണ് അല്ലേ? മറ്റേ പുലിയുണ്ട്, കരടിയുണ്ട്, കടുവയുണ്ട്. ഇവിടെ കടുവണ്ടല്ലേ? ഇങ്ങനെ നിൽക്കുക. ആനയുടെ മുമ്പിലൊക്കെ 1-2 കൊറേ പ്രാവശ്യം പെട്ടിട്ടുണ്ട്. വേണമെങ്കിലും തുടർന്ന് അടുപ്പിച്ചാലും ആണെങ്കിൽ. എങ്ങോട്ട് കൊണ്ടുപോകാനാ? എങ്ങനെ കൊണ്ടുപോകാനാ? ഇല്ല, അറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റുകാർ അറുത്ത് കളയും. അർത്ഥ അവന്റെ അവസാനത്തെ അറക്കലേക്ക് അല്ലേ? ചാണകത്തിനൊക്കെ സെയിം വേണം കേട്ടോ നമ്മള് പശുവിന്റെ. ചാണകത്തിന്റെ കഥ പറഞ്ഞ ഇഷ്ടമില്ല കേട്ടോ ഇവർക്ക്. ഇവർ ഈ ഏരിയ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവില്ല. പോവും. ചില ദിവസം വേറെ സ്ഥലത്ത് കിടക്കും. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ അപ്പൊ മറ്റേ അമ്പലത്തിനോട് ഒരു കൂട്ടം കണ്ടില്ലേ? ഇതൊന്നായില്ലേ, 2 നമ്മള് വരുന്ന വഴിക്ക് ഒരു കൂട്ടം കണ്ടോ? അങ്ങനെ 2, 3, 4, 5 കൂട്ടം ഉണ്ട് ഇവിടെ. കാണുന്നൊക്കെ ഓറഞ്ച് മരങ്ങളാണ്. ഓറഞ്ച് മരങ്ങളാ അല്ലേ? ഓറഞ്ച് ഉണ്ടോ? സീസൺ ആണല്ലോ. ഓറഞ്ച് ഇല്ല എവിടെ. എന്താ അറിയോ, പേടിയില്ലാത്ത എന്തോ ഒരു ജീവി എന്തായാലും. വേണ്ട, പോണ്ട. അനങ്ങിയില്ല അവിടെ. നല്ല ധൈര്യമല്ലേ എല്ലാവർക്കും. അതാ കാട്ടിയാണ് കണ്ടോ? മ്ലാവാണ്. ഇതാണ് കണ്ടത്. അതാണ് മ്ലാവ്. എന്താന്ന് അറിയില്ലല്ലോ. ഇതുവരെ വന്നിട്ട് ഗസ്റ്റുകൾക്കാർക്കും അപകടമൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ രാത്രി എന്തെങ്കിലും ഇതുവരെ ഉള്ള എക്സ്പീരിയൻസ് ഇല്ലേ? പേടിപ്പിച്ച് ഞാൻ വഴിയിലൊക്കെ കുറെ പ്രാവശ്യം കടന്നിട്ടുണ്ട്. വണ്ടി ഇതേപോലെ അപ്പുറത്ത് നമ്മള് ബംഗ്ലാവിൽ പോണ വഴിയില്. ഇപ്പോഴല്ല, 2018. വണ്ടി പണി തന്നെ. ഞാൻ 18 അവിടുന്ന് നെല്ലിയാമ്പിന്ന് കയറി വരികയാണ്. കയറി വരുമ്പോ തന്നെ വണ്ടി നല്ല പ്രളയ സമയത്ത് വണ്ടി തന്നെ കയറാണ്ട് 5 മണിക്ക് എടുത്ത വണ്ടി ഇവിടെ എത്തുമ്പോ 12 മണിയായി. ചെറുതാട്ടോ, നമുക്ക് ഇവിടുന്ന് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ സൈസാക്കാനുള്ളൂ. ഇത്രയും പുല്ല് കാട്ടിലുണ്ടായിട്ട് ഇവിടെ വന്നിട്ട് ഈ ബുഷ അടിക്കുന്നത്. അതിനോരോ പൂതിയല്ലേ. നമ്മളുണ്ടല്ലോ കൊറേ ബിരിയാണി തിന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബുഷ് കട്ട് ചെയ്യാൻ ഷേപ്പ് ആക്കാൻ ആളെ കൊണ്ടുവരുന്നില്ല. അത് ഇവരെ വന്നിട്ട് ഷേപ്പ് ആക്കി പോവാ. പല്ലി അല്ലടാ,
സൗണ്ട് ഉണ്ടൊന്ന് സൈലന്റ് ആയി നോക്കിയാ. അല്ലാതെ എന്താ അറിയോ, ഇത് മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നൽ കൊടുക്കുന്ന ഈ പുലിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ പിടിക്കുന്നതിന് വേണ്ടിയിട്ടേ അപ്പോൾ ഇത് കൊടുക്കും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഈ കുരങ്ങന്മാർ, അണ്ണാന് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച നമുക്ക് ഉണ്ടാക്കും. എന്ത് ചെയ്യാൻ അറിയോ, വേഗം ഒന്ന് ചെറിയൊരു എൻ്റെ 1-2 ഗാനമൊക്കെ കേട്ടിട്ട് പാട്ട് വേണോ? ചെറുതായിട്ടൊന്ന് പാടിയിട്ട് ഏതാ നമുക്ക് വേഗം പോയി പാട്ട് കിടക്കാം. വേണ്ടിയത്? സോമം തേടുന്നു ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം. പുനരശില്പങ്ങൾ മദന തൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം ഇന്നാണു നിൻ സംഗമം. ഹേയ് രാധാകൃഷ്ണനോട് ചോദിച്ചാൽ മതി അല്ലേ, നമ്മള് വണ്ടി ഓടിക്കുമ്പോ പാസഞ്ചർ അനങ്ങാൻ പാടില്ല, അതല്ലേ സ്കില്ല് പറഞ്ഞാല്. ചില സമയത്തൊക്കെ നല്ല പോകും, ചില സമയത്ത് മൂട് ശരീരം ചവിട്ടി വിടൂലേ. അപ്പൊ പിന്നെ പാസഞ്ചറും കസ്റ്റം ഒന്നും ഇല്ല. നമ്മളെ മൂഡിനനുസരിച്ച് ഉണ്ടാവുന്നു. ചില ടീമുകൾ വലിയാക്കി വിടും. 200 വർഷം പഴക്കമുള്ള ആ ബ്രിട്ടീഷ് ബംഗ്ലാവ് ഇല്ലേ നേരത്തെ പറഞ്ഞ, അതല്ലേ ആ ബംഗ്ലാവാണ്. ഏകദേശം 1830 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത്. ബ്രിട്ടീഷുകാരൊക്കെ ഇതാക്കി നടന്നൊരു സ്ഥലമാണ്. അപ്പോൾ രാധാകൃഷ്ണേട്ടാ, ഇതാണ് നമ്മളെ ബംഗ്ലാവ് അല്ലേ? ഇതാണ് നമ്മുടെ ബംഗ്ലാവ്. എന്താണ് ഇതിന്റെ ഹിസ്റ്ററി? എന്താണ് ഹിസ്റ്ററി വെച്ച് കഴിഞ്ഞാൽ ഇത് 1831 കിട്ടിയത്. 1800 വർഷത്തോളം ആയില്ലേ? വർഷം ആകാറായി. ഇപ്പൊ 195-200 വർഷം ആകാറായല്ലോ. പിന്നെ ഇവിടെ ബ്രിട്ടീഷുകാരാണ് അപ്പൊ അന്ന കാലത്തൊക്കെ താമസിക്കുന്നത്. അന്ന് കാലത്തൊക്കെ ഒരു പോകുന്നവരെ ഓരന്നെ അവിടെ ഉണ്ടായി. അതിന് ശേഷം ആരെയും അവിടെ ഉണ്ടായി. അത് ശേഷം പിന്നെ ഓണർഷിപ്പ് ഒക്കെ മാറി അപ്പൊ ബ്രിട്ടീഷുകാരാണ് അന്ന് കാലത്ത് ഉണ്ടായിരുന്നത്. അന്ന് ഇവിടെ ഇരുന്ന ഓണറിന്റെ ഇത് കല്ലറൊക്കെ ഇവിടെ ഉണ്ട്. ആ കല്ലറ ഇവിടെ ഉണ്ട്. കല്ലറ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് കാണാം അല്ലേ? ഇവിടുന്ന് കുറച്ച് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോകുമ്പോ ഒന്ന് കാണാം. പക്ഷെ അന്നത്തെ അതേ സെറ്റപ്പ് തന്നെ, ഒരു മാറ്റമില്ല ഈ ബിൽഡിങ്ങില്. പഴയ സെറ്റപ്പ് അതേ സെറ്റപ്പ് തന്നെയാണ്. ഇത് ഒന്നും ചെയ്യാത്ത ഒരു റൂഫാണ് ഇതുവരെ. ഒന്നും ഈ ഇലക്ട്രീഷ്യൻ പോലും ഈ വയറിംഗ് പോലും വരെ അന്നത്തെ ഇപ്പത്തെ ഇലക്ട്രീഷ്യൻക്ക് ഈ വയറിംഗ് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് വയറിംഗ് അന്നത്തെ കാലത്ത്. ഇതിന്റെ പണിയും കാര്യങ്ങളും ഈ ആർക്കിടെക്ചർ ഒക്കെ ചെയ്തത് ബ്രിട്ടീഷുകാർ അവരാണ് ചെയ്തത്. ഇത് ഇവിടെ ഒരു പണിക്കൂറാളുണ്ടായിരുന്നു, സുനിൽ എന്ന് പറഞ്ഞിട്ട്. അയാള് ചെയ്താണ്. മരത്തിൽ കൊത്തിയെടുത്താ അല്ലേ? മറ്റേ വേലാമ്പലിന്റെ ഒറ്റത്തടിയിൽ കൊത്തിയെടുത്തതാ. ഒറ്റത്തടിയാണത്. ഇത് അന്ന് മറ്റേ തീയിടാൻ വേണ്ടിട്ട്, ഉള്ളില് തീയിടാൻ വേണ്ടിട്ട്, തീ കായുന്ന അതിന് വേണ്ടിട്ട് സെറ്റപ്പ് ആക്കിയതാണ്. തണുപ്പ് സമയത്ത് ഇതൊക്കെ എപ്പോഴും വർക്കിംഗ് അന്ന് കാലത്ത് ഒരു ഇതിന് വേണ്ടിട്ട് യൂസ് ചെയ്തിരുന്നതാണ് അല്ലേ? ഇല്ല, അത് ഇന്റർകം ആണ്. ഇപ്പൊ എന്തെങ്കിലും ഇവിടേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ ഇത് കംപ്ലൈന്റ് ആണ്. ഇപ്പൊ വൈഫൈ ഉള്ളതുകൊണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ വൈഫൈ വിളിക്കാം. വൈഫൈ ഇവിടുന്ന് അവിടേക്ക് വരുന്നത് നമുക്ക് കേബിൾ വയ്ക്കും. ചേരാണ് പെരമ്പിന്റെ ചേറ്, ചുരലിന്റെ. ബ്രിട്ടീഷുകാരിരുന്ന ചൂരൽ കസാല ഒന്നിരുന്നാളാ. അച്ഛൻ ആനപ്പുറത്ത് കയറി ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്നാലും കുഴപ്പമില്ല. ബ്രിട്ടീഷുകാരിരുന്ന് ഭക്ഷണം കഴിച്ച ടേബിളാ. ഈ ടേബിളും ചെയറും മാത്രം ലേലത്തിൽ കൊടുക്കും വേണമെങ്കിൽ. ഒന്നായിട്ട് ലേലം ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ വയസ്സിലാണ് അച്ഛൻ വന്നാണ്. അച്ഛൻ്റെ അത് പഴയ പേപ്പറുകളൊക്കെ അതിലുണ്ട്. ഞാൻ കുറെ എടുത്ത് നോക്കിയത് അച്ഛൻ പണിയെടുത്തതിന്റെ 1958 വന്നാണ് അച്ഛൻ. അച്ഛൻ 5ാമത്തെ വയസ്സ് ഇവിടെ എസ്റ്റേറ്റ് പണിക്ക് കയറിയതാണ്. അപ്പൊ അച്ഛൻ പണി കയറുമ്പോൾ 5 പൈസ ഉള്ളൂ കൂലി. 5 പൈസ അന്നത്തെ 5 പൈസയാണ് കൂലി, ഒരു ദിവസം കൂലി. പിന്നെ ഞാൻ അങ്ങനെ അച്ഛൻ പിന്നെ 98 റിട്ടയർമെന്റ് ആയത്. കടിച്ചോട്ടെ. നല്ലതാണ് അട്ട അടിക്കുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അട്ട കടിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ചിലവരൊക്കെ അട്ട പൈസ കൊടുത്ത് കടിപ്പിക്കും. ട്രീറ്റ്മെന്റ് ആണ്. അത് എല്ലാ അട്ടയും കടിക്കുന്നത്. ഇത് പക്ഷെ അതെല്ലാ 3 തരം അട്ട ഉണ്ട്. ചിലതുണ്ട് ഇവിടെ 2 സൈസ് അട്ടയുണ്ട് കേട്ടോ. ഇവിടെ 2 സൈസ്. ചില അട്ട പൈസനാണ്.
പോയ്സൺ ഉണ്ട്. അത് കടിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചില്. അലർജി എല്ലാ സെറ്റപ്പ് ഒരു ടൗണ് പോലെ തന്നെ അതിന്റെ ഉള്ളിൽ. ടൗണ് പോലെ അതിന്റെ ഹോട്ടല്, സ്കൂള്, മറ്റേ ഹോസ്പിറ്റൽ. ഇതിന്റെ ഉള്ളിലുള്ള സ്കൂളല്ലേ പഠിച്ചത്? ഞാൻ ഇവിടെ പഠിച്ചു 1ാം ക്ലാസ് 2ാം ക്ലാസ് ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ് അപ്പൊ മറ്റേ ചായക്കടയൊക്കെ ഉണ്ടാകും. 11 മണിക്കൊക്കെ ഇന്റർവെൽ വിടും. ഞങ്ങൾ പോയിട്ട് അപ്പൊ ചായക്കടയിൽ പോയിട്ട് കടിയൊക്കെ അച്ഛന്റെ പേരും പറഞ്ഞ് ഒക്കെ വാങ്ങിച്ചിട്ട് 5 പൈസ കൂലി വാങ്ങുന്ന അച്ഛന്റെ പറ്റില് ചായ അന്ന് മൂപ്പര് കുടിച്ചു. അതാ നിസാര പൈസയുള്ളൂ. അല്ല രാധാകൃഷ്ണേട്ടാ, നമ്മള് പൃഥ്വിരാജൊക്കെ വന്ന് പറഞ്ഞില്ലേ, അന്ന് അവരെങ്ങനെ വന്ന് അവരെ വണ്ടി തന്നെ വന്നോ അല്ലെങ്കിൽ അവരില്ല, നമ്മുടെ ഇവിടെ ടാക്സി വണ്ടി ഉണ്ട് അവിടെ നിന്ന് ടാക്സിയിൽ കയറ്റി? അതാര് വന്നാലും അതന്നെ. ഇതാണ് ഒന്ന് ഇറങ്ങിട്ട് ഒന്ന് കാപ്പി വെക്കാൻ വേണ്ടിട്ടേ, കാപ്പി വെക്കാൻ വേണ്ടിട്ട് കുഴി കുത്തി കുഴിച്ചതാണ്. പക്ഷെ കാപ്പി വെച്ചില്ല. മഴ വേണല്ലോ. മഴയേ അല്ല, ഇതിപ്പോ ഇപ്പം പിന്നെയും കാപ്പി വെച്ച് കൊടുക്കണ്ടോ? അതവിടെ കാപ്പി വെക്കണം. ഇതിലെന്തോ പേര് എഴുതിയിട്ടുണ്ടോ? പേരൊക്കെ മാഞ്ഞു പേരുണ്ടല്ലോ, പേരുണ്ടല്ലോ. ലോറൻസ്, വില്യം ലോറൻസ് എഡ്മിസ്ട്രൺ ദ ലേർഡ്, who died November 2nd, 1912, aged 62. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ വർഷം അല്ലേ? 1912 അല്ലേ? അതന്നെ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ വർഷം 1912. സ്റ്റേ ഒക്കെ അടിപൊളിയായില്ലേ? സ്റ്റേ അടിപൊളി. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ ഉണ്ട് എന്തായി? അതങ്ങോട്ടേക്ക് കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മളെ പെർമിഷൻ്റെ കാര്യങ്ങൾ. ഇനി പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ ഒരു 10 രൂപ വിനോദമായിട്ട് ഇങ്ങോട്ട് വരിക, തകർത്തങ്ങ് പോവുക, പരിപാടി കൊള്ളിക്കാൻ പോവുക അല്ലേ? അത്രേ ഉള്ളൂ. ചാനലിൽ പോവല്ലേ? പോവാ. ലഞ്ച് ഇനിയിപ്പോൾ ഏതായാലും താഴെ ഇറങ്ങിയിട്ട് കഴിക്കാം അല്ലേ? ലഞ്ച് ഇനിയിപ്പോൾ നന്നായിട്ട് മറ്റേ എന്താ പറയുക ഡിന്നറിൻ്റെ കൂടെ കഴിക്കേണ്ടി വരും. കാരണം ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേന് ഒരു 6 മണിയാവും. ഏത് നെല്ലിയാമ്പതി എത്തുമ്പോൾ ഇന്നലെ വന്ന പോലെ പോരൂല്ലല്ലോ. പോരൂല. വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ. പിന്നെ 5 മണിയാകുമ്പോഴത്തേന് നെല്ലിയാമ്പതി ക്ലോസ് ചെയ്യൂര്. തിരിച്ചിറങ്ങാൻ പ്രശ്നമില്ലല്ലോ. ഓക്കെ.